എല്ലാവർക്കും അൽ സാബിത്ത് ബ്ലോഗിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവൻറ്റ്സ് കളിക്കുകയാണ് വീണ്ടും. അപ്പോൾ നമ്മളിന്ന് മറ്റേതറിയുമ്പോൾ കുറച്ച് വീഡിയോ ഉള്ളൂ. സോറി, അത് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അല്ലോ അവരുടെ ഗോൾ അടിക്കുന്നു. ഓ കഴിച്ചിലായി എന്ന് പറയാം, വെറും കഴിച്ചിലായി. ഇവൻറ്റ്സ് നമ്മൾ കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ അൽനാസറാണ് എന്താണ് നമ്മുടെ ടീം. അവരത് കൊണ്ടുവന്നു. ഇതാണ് മിസ്റ്റർ റീപ്ലേ കാണുക. ഓ നിർഭാഗ്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് നിർഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളിനി കളി തുടങ്ങി. ഞാൻ സ്വിച്ച് വന്നൊക്കെ ഇവിടെ ഒരു പ്ലെയർ ഫീ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓനെ ഏൽപ്പിക്കോ. നമ്മൾ പോവാണ് നമ്മൾ ത്രൂ ഔട്ട് എടുത്തു. 2 പ്ലേയേഴ്സ് നമ്മളിപ്പോൾ കടത്തിയിട്ടുണ്ട്. ലെജൻഡറി ആണ്, വലിയ ടീമാണ്. കുറച്ചല്പം കീപ്പർ മുന്നിലോട്ട് വന്നു. സാരല്ല പോട്ടെ കളിയുടെ നേതൃത്വത്തിലോട്ട്. ഗുഡ് സേവ് ഡേവിഡ് റയ. മിഷിഹ അഥവാ മെസ്സി. ഞാനൊരു റൊണാൾഡോ ഫാനാണ്, പക്ഷേ മെസ്സിയുടെ കളി നമുക്കെല്ലാം അറിയാം, അഥവാ മെസ്സി. എൻസോ ഫെർണാണ്ടസ് ഇതാ ഗോൾ അടിക്കുന്നു. ലെജൻഡറി ആണ് നമ്മൾ കളിക്കുന്നത്. ലെജൻസിന്റെ കളിയാണ് നമ്മൾ കളിക്കുന്നത്. യുറുഗേ ഗുഡ് ഗോൾ കീപ്പിംഗ് ഫ്രം ഗോൾ. ഇനി നമ്മൾ ഗോൾ കീപ്പ് ചെയ്ത് കളിച്ചാൽ മതി. നമുക്ക് ഇവൻറ്റ്സിലെല്ലാം സക്സസ്ഫുള്ളി ആയി കിട്ടും. പിന്നെ നമ്മളിനി ഡെയിലി ആയി ഇങ്ങനെ ഓരോ വീഡിയോസുകൾ വിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ലെജൻസിനെതിരെയാണ് ഇപ്പം നമ്മൾ ജയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 ഗോളിന് കീപ്പ് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് വിജയം ഉറപ്പാക്കാൻ. ഇങ്ങനെ മെസ്സേജുകൾ വന്ന് മെസ്സേജ് വന്നാൽ ചടപ്പാണ് നമുക്ക്. ഗുഡ് സേവ് ഡേവിഡ് റയ. ഗുഡ് സേവ്. നല്ലൊരു പാസ്സാണത്. ഹാരി കെയ്ൻ. എംബാപ്പെ. ഗോൾ. ഗായ്സ്, നിങ്ങൾ വിചാരിക്കും ഇത് ലെജൻസ് അല്ലാന്നേ. അള്ളാഹു ആണേ സത്യം, ഇത് ലെജൻസ് ആണ്. നല്ല കളിക്കുന്ന ടീമാണിത്. വിശ്വാസം ഇല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ. എങ്ങനെയൊക്കെ ഭാഗ്യമുണ്ടോ പറഞ്ഞില്ല, അത് ലെജൻസ് ആണ്. എങ്ങനെയൊക്കെ കട്ടൊക്കെ നമ്മൾ ഗോൾ അടിക്കുകയാണ്. നോ പെനാൾട്ടി റെഫറി. നോ പെനാൾട്ടി. നമ്മളത് പെനാൾട്ടി ആണ്. നിർഭാഗ്യവശം അത് പെനാൾട്ടി ആയി മാറി. ഡേവിഡ് റയ ഉണ്ടല്ലോ, മതി. വിജയത്തിന്റെ ആയുധമായി വരുന്ന ഡേവിഡ് റയ. ഷോട്ട് എടുക്കുന്നു. ഗോൾ അടിച്ചിട്ടുണ്ട്. സാരമില്ല, കളിയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. എംബാപ്പെ 31-ാം മിനിറ്റിൽ 3-1 സ്കോർ. ഞാൻ പറയാ, അവർ നല്ല ശക്ത ടീമാണ്. തിരിച്ചു വരുന്ന ഉറപ്പുള്ള ടീമാണ് അവർ. പിന്നെ നമ്മളത് കീപ്പ് ചെയ്ത് കളിച്ചാൽ മതി ഗോൾ. അതൊരു ഓങ്കോളായി മാറിയിരുന്നു. പക്ഷേ കീപ്പർ ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ജസ്റ്റ് മിസ് എന്ന് പറയൂ. എന്താ പറയുക, ഷൂട്ടുമ്പോൾ ഞാൻ ഉറപ്പുള്ളതാണ്. അത് ഷൂട്ട് ചെയ്യില്ല. തെറ്റുകൾ പറ്റാം. നമ്മൾ കളിയിലോ എടുക്കാണ് പോകുന്നേ. പറഞ്ഞില്ലേ നിങ്ങളോട്, ഇത് ലെജൻസ് ആണ്. കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. ഗുഡ് സേവ് ഫ്രം ഡേവിഡ് റയ.
ഓ അവസാന മിനിറ്റുകളിൽ ആശ്വാസം എന്ന് പറയട്ടെ, അവസാന മിനിറ്റുകളിൽ കിലിയൻ എംബാപ്പേ. ഓ ഓ ഗുഡ് സേവ്. ഇപ്പോൾ കളി 3-1 സ്കോർ. പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് യൂറോഗെ 56 പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അല്ല സാർ 44 ടോട്ടൽ ഷൂട്ട്സ് 4 ഷോട്ടുകളാണ് അവർ അടിച്ചിട്ടുള്ളത്. മറുഭാഗത്ത് അൽ നസർ 5 ഷോട്ടുകൾ, അതിൽ ഓൺ ടാർഗറ്റ് അൽ നസറിൻ്റെ 4 ഓൺ ടാർഗറ്റ്, അതിൽ 1 മിസ്സായി. അവരുടെ 1 ഓൺ ടാർഗറ്റ്, അത് ഗോളുമായി. തിരിച്ചു വരാം നമുക്ക്. ഗെയിം പ്ലാൻ നമ്മൾ ഇനി മാറ്റാൻ പോവാണ്. സബിലിരിക്കുന്നത് ലാമിനെ മാറ്റി നമ്മൾ കുറച്ച് ബുദ്ധിക്ക് നമ്മളിനി കളിക്കണം. ഇപ്പോൾ നമ്മളത് അല്ല സാർ 45 മിനിറ്റ് പിടിച്ചു നിന്നാൽ വിജയം കൈവരിക്കാം. ഓ അല്ല സാറിൻ്റെ അച്ചോടെ കളി ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഗോളാക്കാൻ സമ്മതിക്കരുത്. എൻസോ ഓ അവരെ ടച്ച് ഉണ്ട് ലാസ്റ്റ്. ഓ മെന്നെ ചെയ്യോ. ഓ ഗുഡ്. പെട്ടെന്ന് വിളിക്കോ എൻസോ. ഓ കീപ്പർ കളിക്കോ. കീപ്പർ ഡേവിഡ് റയ. ഓ കീപ്പർ ഗുഡ് സേവ് ഡേവിഡ് റയ. അപ്പം എനിക്കൊരു കാര്യം പറയാം, നമ്മൾ ഇനി വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിബിദിനെ കൈ തുടങ്ങിയില്ലേ. ഗുഡ് സേവ്. വീണ്ടും ഗുഡ് ക്ലിയറൻസ്. കോർണറിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇത് ടൈമുകളിൽ നിന്ന് ഇവൻസിൽ നിന്നോ. അപ്പോൾ നമ്മളിനി വേറെ ഇനി ഒരു വീഡിയോ വിടേണ്ടത്, പക്ഷേ അതിൽ നെറ്റ് ഉണ്ട്, അത് സൗണ്ട് വരില്ല കേട്ടോ. അടുത്ത് നമ്മളിതിൽ സൗണ്ട് ഉണ്ടാവില്ല, പെസ് കളിക്കുന്നതേ ഉണ്ടാവുള്ളൂ. അടുത്തതിൽ നമ്മൾ സംസാരിക്കുകയില്ല. ചെറിയ കാരണത്താലാണ് അത് മൈക്ക് എന്നും കൂടി. മിസ് പാസ് ചെയ്യണ ഗോൾ നോക്കൂ. ഗുഡ് ഗോൾ. ഫസ്റ്റ് ടൈം ഷോട്ടാണ്. ഞാനത് കണ്ടില്ല, ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല. നമ്മൾ കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ ഗായ്സ്, അല്ലെങ്കിൽ എല്ലാം മുഞ്ചു. ഗോൾ. കിലിയൻ എംബാപ്പേ. ഓ ഗോൾ. കടു വാട്ട് എ ഗോൾ ഫ്രം കിലിയൻ എംബാപ്പേ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ വിട്ടിരിക്കണം, പക്ഷെ അത് 60 മിനിറ്റിൽ വിട്ട വീഡിയോ ആണ്. നമ്മൾ പോർച്ചുഗൽ ഇവൻസിൽ നമ്മൾ ഇത് കളിക്കാൻ വേണ്ടി ഇവൻസിനാണ് നമ്മൾ കളിച്ചത് തോന്നുന്നു അല്ലേ. അപ്പോൾ 85 മിനിറ്റ് ഉള്ള സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ ഡിലീറ്റ് ആയി പോയത് കൊണ്ടാണ് ഗായ്സ്. എംബാപ്പ അത് മണ്ടിക്കണമെങ്കിൽ അത് കിട്ടാൻ ചാൻസ് കൂടുതലായിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് വെച്ചാൽ നിർഭാഗ്യമേ, അത് കാത്തിരിക്കുമേ, അത് മേലാകുമേ. മേരാ സബ്കോ മേലാ. അവർ നല്ല കളി കളിക്കുന്നുണ്ട്.
അവർക്ക് നല്ല കളി ആവശ്യമാണ്. എന്താ അറിയില്ല, ഞാൻ നല്ല മിസ് പാസ് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ തെറ്റാണ്, എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ഇങ്ങനെ കൊടുത്ത സംഭവം, പക്ഷേ ഓല അടിക്കാണ്. സോറി ഐ ആം വെരി വെരി സോറി. ഞാൻ മിസ് പാസ്സാണ്, എൻ്റെ തെറ്റാണത്. നമ്മൾ ഇനി അതിൽ നിന്ന് പാഠം പഠിക്കാം. നമ്മളങ്ങനെ കൊടുക്കുകയില്ല. 2 ഗോളെങ്കിലും അങ്ങനെയാണ് വന്നത് അവരിൽ നിന്ന്. 2 ഗോളുകൾ. ഓ അതോ ഗോളിക്കാൻ സമ്മതിക്കരുത്. അല്ലോ, അതാണ് ക്ലിയറൻസ്. ഇനി ലാസ്റ്റ് ലാസ്റ്റ് വിസിൽ ഊതുന്നത് വരെ ഒരു ബൈസിക്കൽ സിസർ കട്ട് ശ്രമമായിരുന്നു, പക്ഷെ നല്ല ഊമ്പിട്ടുണ്ട്. നമ്മൾ അവസാന വിസിൽ. യെസ്, നമ്മൾ ജയിച്ചതോട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോ ഒക്കെ കാണാം. എന്നാൽ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. എന്നാൽ ഞാൻ പോയി പിന്നെ കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. എന്നാൽ ശരി.